നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് LCM, ലസാഗു, അതായത് പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കുന്നത്, അല്ലെ? അതാണ് ലസാഗു എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യും, എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പൊ ഞാനിത് ചെയ്യുന്ന കൂട്ടത്തിൽ സാധാരണ രീതിയിൽ ചെയ്യുന്നതും അതിൻ്റെ ചില എളുപ്പ വഴികളും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നോക്കൂ, 2, 4, 8, 16 അല്ലേ? 2, 4, 8, 16 ഇതിന്റെ പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറുതല്ലേ ലസാഗു എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഘടകക്രിയ ചെയ്യണം. പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കാൻ. ഇപ്പൊ 2 ഇതിന്റെ ഗുണിതങ്ങൾ ഇതെല്ലാം ഉണ്ടല്ലോ. ഇപ്പൊ 2 എഴുതാം. ഈ 2 2ൽ എത്ര പ്രാവശ്യമാണ്? ഒരു പ്രാവശ്യം. 2 4ലോ 2 പ്രാവശ്യം. 2 8ല് 4 പ്രാവശ്യം. 2 16ല് 8 പ്രാവശ്യം. ഇനിയും എന്തെഴുതാം? 2 എഴുതാം അല്ലെ? ഇതിലൊക്കെ 2 അടങ്ങുന്നതല്ലേ? അപ്പൊ 2 എഴുതി. 1 അതേപടി ഇറക്കി എഴുതണം. 2 2ൽ 1 പ്രാവശ്യം. 2 4ൽ 2 പ്രാവശ്യം. 2 8ൽ 4 പ്രാവശ്യം. ഇനി എഴുതാൻ പറ്റില്ലേ? ഇനി 2 എഴുതാം അല്ലെ? 2 ആ 1 അതേപടി ഇറക്കി എഴുതി. 1ല് പറ്റില്ലല്ലോ. ഈ 1 അതേപടി ഇറക്കി എഴുതി. ഈ 2 2ൽ എത്ര പ്രാവശ്യമുണ്ട്? 1 പ്രാവശ്യം. 2 4ൽ എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം. അപ്പൊ ഈ 2 ഇനി ഇത്ര എഴുതിയാൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം. 2 × 2 × 2 × 1 എന്ന് പറയുമ്പോൾ അത് തന്നെ. 2 × 2 4, 4 × 2 8, 8 × 1 8 തന്നെ. പിന്നെ 8 × പിന്നെ 2 എത്രയാണ്? 16 LCM അല്ലേ? അപ്പൊ ഇങ്ങനെ ഘടകക്രിയ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 16. അപ്പൊ ഈ ഉത്തരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ 2, 4, 8, 16 എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തന്നിരിക്കുന്ന ചോദ്യത്തിലെ വലിയ സംഖ്യ 16 അല്ലെ? LCM നമുക്ക് 16 കിട്ടി. അങ്ങനെ തന്നിരിക്കുന്ന സംഖ്യയിൽ ഏറ്റവും വലുത് എഴുതിയാൽ തെറ്റും കേട്ടോ. പക്ഷെ ഈ ഒരു സംഖ്യയിൽ എങ്ങനെയാണ് ഈ 16 തന്നെ നമുക്ക് ഏറ്റവും വലിയ സംഖ്യ ഉത്തരമായിട്ട് എഴുതാം. ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കിയാൽ എന്താ പ്രത്യേകത എന്നറിയോ? ഈ 16നെ മറ്റെല്ലാ സംഖ്യകളും കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ നോക്കിക്കേ. 16നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റേ? കിട്ടും അല്ലെ? എത്രയാണ്? 8. 16നെ 4 കൊണ്ട് ഹരിക്കാലോ? അപ്പൊ 4 കിട്ടും ഉത്തരം. 16നെ 8 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഈ വലിയ സംഖ്യയെ മറ്റെല്ലാ സംഖ്യ കൊണ്ടും ഹരിക്കാമെങ്കിൽ ആ വലിയ സംഖ്യ ആയിരിക്കും LCM. നമ്മൾ ഇങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉത്തരം എഴുതാം. പരീക്ഷകൾക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഒന്നും കൂടെ പറയാം. ഈ കുറെ സംഖ്യകളുടെ LCM കാണാൻ പറഞ്ഞാൽ അതിൽ വലിയ സംഖ്യ നോക്കുക. ആ വലിയ സംഖ്യയെ മറ്റെല്ലാ സംഖ്യ കൊണ്ടും ഹരിക്കാമെങ്കിൽ വലിയ സംഖ്യ LCM ആയിട്ട് എഴുതിയാൽ മതി. നമ്മളിങ്ങനെ ചെയ്യണ്ട എന്ന് അർത്ഥം. മനസ്സിലായില്ലേ? നമുക്ക് ഇനി അടുത്തൊരു സംഖ്യ നോക്കാം. 5, 10, 25, 50. ഇത് നമുക്ക് ഇതുണ്ടോ? ആദ്യം തന്നെ നോക്കി. ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ സംഖ്യ 50 അല്ലേ? 50നെ ബാക്കി എല്ലാ സംഖ്യ കൊണ്ടും ഹരിക്കാവുന്ന നോക്കിക്കേ. നിങ്ങൾ നോക്കിക്കേ. 50നെ 25 കൊണ്ട് ഹരിക്കാൻ പറ്റൂലോ? പറ്റും. 50നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റൂ അല്ലേ? 50നെ 5 കൊണ്ട് ഹരിക്കാന്ന് വെച്ചാൽ ശിഷ്ടം ഇല്ലാതെ ഹരിക്കണം കേട്ടോ, നിശേഷം ഹരിക്കണം അല്ലേ? അപ്പൊ ഇതെല്ലാം ഹരിക്കാവുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ ശിഷ്ടം ഇല്ലാതെ അല്ലേ നമ്മൾ ഹരിച്ചത്? റിമൈൻഡർ വന്നാൽ പറ്റില്ല. അപ്പൊ ഇവിടെ റിമൈൻഡർ ഇല്ലാതെ ഹരിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ? ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ എളുപ്പവഴി നമുക്ക് ഇതായിരിക്കും LCM അല്ലേ? 50 തന്നെയായിരിക്കും LCM. നമുക്കത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്താലോ? നോക്കൂ. 5, 10, 25, 50 അല്ലേ? ഇങ്ങനെ ചെക്ക് ചെയ്യാം. 5 എഴുതാലോ? 5 5ൽ 1 പ്രാവശ്യം. 10ൽ 2 പ്രാവശ്യം. 25ൽ 5 പ്രാവശ്യം. 50ൽ 10 പ്രാവശ്യം. ഇനി 5 എഴുതാം. 5 എഴുതി. 1 2 അതേപടി ഇറക്കി എഴുതി. 2ൽ ഹരിക്കാൻ പറ്റില്ല. 5ൽ 1 പ്രാവശ്യം. 10ൽ 2 പ്രാവശ്യം അല്ലേ? ഇനിയോ 2 എഴുതാം അല്ലേ? 2 എഴുതി. 1 ഇറക്കി എഴുതി. 2 2ൽ 1 പ്രാവശ്യം. 1 ഇറക്കി എഴുതി. 2 2ൽ 1 പ്രാവശ്യം. തീർന്നു. 5 × 5 25, 25 × 2 50. കണ്ടോ? കിട്ടിയില്ലേ? നമ്മൾ ഇത്രയും ക്രിയകൾ ചെയ്യാതെ തന്നെ ഉത്തരം എഴുതാം. എങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ പറയാം. ഈ ഏറ്റവും വലിയ സംഖ്യയെ മറ്റെല്ലാ സംഖ്യ കൊണ്ട് ഹരിക്കാമെങ്കിൽ ആ വലിയ സംഖ്യ ആയിരിക്കും LCM. മനസ്സിലായല്ലോ? അടുത്ത് നോക്കാം നമുക്ക്. അത് നോക്കൂ. 36, 60, 90. അപ്പൊ എന്താ പറഞ്ഞേ? വലിയ സംഖ്യയെ മറ്റെല്ലാ സംഖ്യ കൊണ്ടും ഹരിക്കാമെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഉത്തരം എഴുതാം. ഇത് പക്ഷേ നോക്കിയാൽ 90 വലിയ സംഖ്യ. അതിനെ 60 കൊണ്ട് ഹരിക്കാവോ? ഇല്ല. ഒറ്റയടിക്ക് നമുക്കറിയാം 90നെ 60 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. 90നെ 36 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നിശേഷം? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പഴയ രീതിയിൽ തന്നെ ചെയ്യണം. നോക്കിയോ. 36, 60, 90.
അപ്പോൾ എങ്ങനെ ഏതെഴുതാം? എല്ലാം 3 കൊണ്ട് 3 എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ മനസ്സിലാക്കുന്നത്? 3 കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്ന് അറിയണമെങ്കിൽ ഈ സംഖ്യകളുടെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വേറൊരു വീഡിയോ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. 6 3 9 അപ്പം പറ്റും. ഇത് 6 3ന്റെ ഗുണിതമാണ്. ഇത് 9 അപ്പം 3ന്റെ ഗുണിതം 3 എഴുതാം. 36 12 അല്ലേ? 60 20 90 30 ഇനി എഴുതാം. ഇനി 2 എഴുതി കഴിഞ്ഞാൽ എത്ര വരും? 6 6 2 12 10 ഇൻറ്റു 2 20 15 ഇൻറ്റു 2 30. ഇനിയോ നമുക്ക് 5 എഴുതി നോക്കാം. 5 എഴുതാം അല്ലേ? ഇത് 10ഉം 15ഉം ഉണ്ടല്ലോ. അപ്പോൾ രണ്ടിലും 5 പൊതു ഇത് ഗുണിതല്ല 5 എഴുതി. ഈ 6 അതേപടി ഇറക്കി എഴുതി. 10ൽ 5 എത്രയുണ്ട്? 2 പ്രാവശ്യമുണ്ട്. 5 15 എത്രയുണ്ട്? 3 പ്രാവശ്യം. ഇനി ഏത് എഴുതാൻ പറ്റും? 3 എഴുതാം അല്ലേ? 6നകത്ത് 3 പറ്റും. 3നകത്ത് 3 അടങ്ങും. അപ്പോൾ 3 എഴുതിയാൽ 3 6നകത്ത് 2 പ്രാവശ്യം. 2 അതേപടി ഇറക്കി എഴുതി. 3 3ൽ 1 പ്രാവശ്യം. ഇനി ഏത് എഴുതാം? 2 എഴുതാം അല്ലേ? കാരണം 2 2 കിടപ്പുണ്ടല്ലോ. 2 എഴുതി. 2 2ൽ 1 പ്രാവശ്യം. 2 2ൽ 1 പ്രാവശ്യം. 1 അതേപടി ഇറക്കി എഴുതി. തീർന്നു. അപ്പോൾ ഇതിനി എല്ലാം കൂടെ ഗുണിക്കാം. എത്രയാണ്? 3 ഇൻറ്റു 2 6 6 5 30 30 ഇൻറ്റു 3 90 90 ഇൻറ്റു 2 180 ഇതിൻ്റെ LCM. ഇത് നമുക്ക് ഈ രീതി കണ്ടുപിടിക്കാൻ മേലാത്ത എന്തുകൊണ്ടാണ്? അവസാനത്തെ അല്ല, വലിയ സംഖ്യയെ മറ്റ് സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി ചെയ്തത് അല്ലേ? നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് പറ്റില്ല. അടുത്ത് നോക്കിയേ, 7 9 ഈ 2 സംഖ്യകളാണ്. ഈ 2 സംഖ്യ എന്താ പ്രത്യേകത? ഈ 2 സംഖ്യയിലെ പൊതു ഇങ്ങനെ ഘടകക്രിയ ചെയ്യുമ്പോൾ പൊതു ഇതുകൊണ്ട് നോക്കിയേ, 7 9. ആദ്യം ഈ പറഞ്ഞ രീതി നോക്കാം. 9 എന്ന് പറയുന്നതിനെ മറ്റേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അത് നമുക്കറിയാം. ഒന്നാമത്തെ അങ്ങനെ എളുപ്പവഴിക്ക് ഉത്തരം കിട്ടില്ല. പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇതിന് പൊതു ഗുണിതം ഉണ്ടോ? പൊതു ഘടകം ഉണ്ടോ? ഇല്ല. ഇവിടെ 7 എഴുതിയാൽ 1 പ്രാവശ്യം, പിന്നെ 9 ഇറക്കി എഴുതി. പിന്നെ 9 ഇറക്കി എഴുതിയാലോ 1 ഇറക്കി എഴുതി. 9 1 പ്രാവശ്യം. പിന്നെ 7 9 തന്നെ കിട്ടുള്ളൂ. നമുക്ക് പൊതുവായ ഘടകങ്ങളൊന്നും കിട്ടില്ല ഇതിനകത്ത് അല്ലേ? കാരണം ഇതിനകത്ത് ഒരെണ്ണം ഇതുണ്ട്, പ്രൈം നമ്പറാണ്. മറ്റത് പ്രൈം നമ്പർ അല്ലെങ്കിലും പൊതുവായ ഘടകങ്ങൾ ഇല്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതുപോലെ ചെയ്ത് നോക്കേണ്ട പോലും കാര്യമില്ല. നമുക്കിങ്ങനെയാണെങ്കിൽ 7 ഇൻറ്റു 9 = 63 ആൻസർ. ഇത് ഇൻറ്റു ചെയ്താൽ മാത്രം മതി. എങ്ങനെയാണെങ്കിലാണ് ഈ പൊതു ഘടകങ്ങളില്ല. നമ്മളിങ്ങനെ ഘടകക്രിയ ചെയ്യുമ്പോൾ നമുക്ക് പൊതുവായിട്ട് എഴുതാൻ ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് നമ്മൾ ഗുണിച്ച് ഉത്തരം എഴുതിയാൽ LCM ആയി. മനസ്സിലായി? അപ്പോൾ നമ്മൾ സാധാരണ രീതി ചെയ്യുന്നതും പഠിച്ചു. ഇങ്ങനെ പെട്ടെന്ന് ഉത്തരം എഴുതാനുള്ള വഴി ഇങ്ങനെയുള്ള സംഖ്യകൾ ഏതാ? വലിയ സംഖ്യയെ മറ്റെല്ലാ സംഖ്യ കൊണ്ട് ഹരിക്കാമെങ്കിൽ ആ വലിയ സംഖ്യ ആയിരിക്കും LCM. അതുപോലെ തന്നെ പൊതുഘടകങ്ങൾ ഇല്ലെങ്കിൽ അവ തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരവായിരിക്കും LCM. മനസ്സിലായില്ലേ? അപ്പോൾ LCMുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.